ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഷാജിൻ്റെ വീഡിയോ ചെയ്തതിന് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഷാജിയുടെ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തത് ഞാൻ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്രയ്ക്ക് മാത്രം രൂക്ഷ വിമർശനമൊന്നും എനിക്ക് തരേണ്ട കാര്യമില്ല. അതുപോലെ എൻ്റെ മക്കളെ പറയുന്നു, എൻ്റെ മക്കളെ ഒന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ മക്കളെ ഞാനാണ് വീഡിയോ ചെയ്തതെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി. എൻ്റെ മക്കളെ ഒന്നും ഇതിൽ വലിച്ചഴക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എന്താണ്, നീ കരുതിയിരുന്നു നിനക്കുള്ള പണി അവൾ തരും. അതുപോലെ തന്നെ എന്താ പറയുക, നിനക്ക് നിനക്കെതിരെ കേസ് കൊടുക്കും. അതുപോലെ തന്നെ എന്താണ്, അവൾ ആത്മഹത്യ ചെയ്ത അഞ്ച് മക്കൾക്ക് പോകും എന്നൊക്കെ പറഞ്ഞു. അവളെന്തായാലും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല. അവളിപ്പോൾ വേറെ കല്യാണം കഴിച്ചു. അവൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് അവൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നവർക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലോട്ട് പോവാം. അവൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. അവര് പറയണത് ഉമ്മാക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഉമ്മ ചെയ്യാം എന്നാണ് എൻ്റെ മക്കൾ പറയാറ്. പിന്നെ വേറൊരു അപരാധം കൂടി എൻ്റെ മേലെ വന്നിട്ടുണ്ടേ. അത് ഞാൻ എൻ്റെ വീട്ടിലത്തെ അപരാധമാണ്. ഇന്നലെ ഒരു കമന്റ് കണ്ടതാണ്. ഉമ്മാനെ പണിക്ക് പറഞ്ഞയച്ചിട്ട്, ഞാൻ ഇന്നലെ ഉമ്മ തൊഴിലുറപ്പിന് പോയിക്കണെന്ന് പറഞ്ഞു. ഉമ്മാനെ പണിക്ക് പറഞ്ഞയച്ചിട്ട് ഞാനിവിടെ തിന്ന് സൂയിക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഉമ്മ എന്ന വ്യക്തിനെ എന്നോ മുതൽ ഞാൻ വീട്ടിലിരിക്കാൻ പറയുന്ന ഒരാളാണ്. വീട്ടിലിരുന്നോളി, പണിക്ക് പോണ്ട, ഞാൻ കൊണ്ടുവന്ന് തരും. ഞാനിവിടെ എന്താണ് ചെയ്യാത്തതെന്നും കൂടി എൻ്റെ ഉമ്മാനോട് നിങ്ങൾ ചോദിക്കണം. A to Z വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്നേ മുതൽക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഉമ്മാക്ക് വേണ്ട കാര്യങ്ങൾ, ഉമ്മാക്ക് വേണ്ട ഡ്രസ്സ് ആയിക്കോട്ടെ, ഉമ്മാക്ക് വേണ്ട സാരി, ജാക്കറ്റ്, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും. ഇതപ്പം ഇന്നാളിങ്ങനെ എനിക്ക് ഉണ്ടായിട്ടൊന്നല്ല, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഗോൾഡ് എടുത്തു കൊടുത്തു ഉമ്മാക്ക് തന്നെയാണ്. ഉമ്മാക്ക് കമ്മൽ എടുത്തു കൊടുത്തു, ഒരു മോതിരം എടുത്തു കൊടുത്തതിനെ പറയല്ല. ഇതുവരെ വേറെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്ര വർഷം ഉമ്മ സമ്പാദിച്ചതൊക്കെ എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് ചെലവാക്കുക എന്നല്ലാണ്ട് എനിക്കൊരു ഉറുപ്പ് എൻ്റെ ഉമ്മ തന്നിട്ടില്ല. അത് ഉമ്മാൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. എൻ്റെ ഉമ്മ ഒരു ഉറുപ്പ് എനിക്ക് തന്നിട്ടില്ല. ഒരു ഉറുപ്പ് ഈ വീട്ടിലും ഇറക്കുന്നില്ല. ഒരു ഉറുപ്പ് എൻ്റെ മക്കൾക്കും ഒരു മുട്ടായി മേടിക്കാൻ ഉമ്മാന്റെ തൊഴിലുറപ്പിന്റെ പൈസയും കൊണ്ട് ഇന്നാന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നിട്ടില്ല. പക്ഷെ എൻ്റെ രണ്ട് അനിയത്തിമാർക്കും ഉമ്മ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവര് നാട്ടിൽ വന്നിട്ട് ഇവിടെ വീട്ടിലിരിക്കുന്ന ടൈമിൽ 10 ദിവസം 15 ദിവസം ഇരിക്കുന്ന ആ ചെലവ് ഫുള്ള് നോക്കും. അതുപോലെ തന്നെ അനിയത്തിന്റെ മകളുണ്ട്, മകൾക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തു കൊടുക്കും. ഡ്രസ്സായാലും വേറുള്ളതായാലും അവർക്ക് ചോദിക്കുമ്പോൾ പൈസ ആയാലും എല്ലാം കൊടുക്കലുണ്ട്. ഞാനാണ് മൂത്ത മകള്. എനിക്കീന്നൊരു ഉറുപ്പ് എൻ്റെ ഉമ്മ ഇതുവരെ ചെലവാക്കിയിട്ടില്ല. എൻ്റെ ഇക്കുള്ള കാലം മുതലേ ഞാൻ ചെലവാക്കിച്ചിട്ടില്ല. എൻ്റെ ഇക്കുള്ള കാലം മുതൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുക, എൻ്റെ ഇക്ക അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാണ്ട്. അതുപോലെ തന്നെ അവിടെ 10 ദിവസം ഇരിക്കാൻ വന്നാലും അരി, സാധനങ്ങള്, പൈസ ഫുള്ള് ചെലവ് ഞങ്ങളിവിടെ നടത്തും. അതുപോലെ ഞാൻ പ്രസവിച്ച് കിടക്കുകയാണെങ്കിലും എൻ്റെ ഇക്ക പ്രസവത്തിനുള്ള ചെലവ്, അതുപോലെ 5 പ്രസവം, ആകെ 3 പ്രസവം കേട്ടോ ഇവിടെ ഈ വീട്ടിൽ നോക്കിയിട്ടുള്ളൂ. പിന്നെ 2 പ്രസവം ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കുന്നവിടെയാണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ ആ പൈസയും പ്രസവത്തിനുള്ള പൈസയും പ്രസവം കഴിഞ്ഞ് 40 വരെ ഞാൻ എത്ര ദിവസം ഇവിടെ ഇരിക്കുന്നോ അത്ര ദിവസത്തിനുള്ള ചെലവ് എൻ്റെ ഇക്ക ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത്, ഉമ്മാന്റെ പൈസ ഒരു ഉറുപ്പ ഈ ഷാജി എടുത്തിട്ടില്ല. എനിക്ക് ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കാന്നല്ലാണ്ട് ഇങ്ങോട്ടൊരു ഉറുപ്പ് ഞാൻ വാങ്ങില്ല. ഇവിടുത്തെ കറണ്ട് ബില്ലായിക്കോട്ടെ, കേബിൾ ബില്ലായിക്കോട്ടെ, ഇപ്പൊ ഇവിടെയുള്ള പണി നടന്നതും. അപ്പം നിങ്ങൾ കേട്ടല്ലോ, ഉമ്മാനെ പറഞ്ഞത് കേട്ടല്ലോ. എത്ര ദേഷ്യമുള്ള, എത്ര നമ്മളെ നോക്കുന്നില്ല പറഞ്ഞ ഉമ്മമാരാണെങ്കിലും ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ, ഇത്രയും ആളുകൾ കാണുന്ന പബ്ലിക്കിൻ്റെ മുമ്പിൽ ഈ ഉമ്മാനെ, സ്വന്തം പെറ്റ ഉമ്മാനെയൊക്കെ ഇങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എല്ലാവരും റിയാക്ട് ചെയ്ത ഒരു കാര്യം ഞാനും അതിലെന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത്. ഞാൻ ഇപ്പോൾ അവൾ എന്തോ തെളിവ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തെളിവ് കൊണ്ട് വരുവാണെങ്കിൽ ഞാൻ എന്താ അതിന് വെച്ചിട്ടും ഞാൻ വീഡിയോ ചെയ്യാൻ തയ്യാറാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വെച്ച് വീഡിയോ ചെയ്യാൻ തയ്യാറാണ്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല കേട്ടോ. എന്തായാലും എനിക്ക് അത് നേരിടേണ്ട രീതിയിൽ തന്നെ ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ എത്ര ഇതായുള്ള ഒരു ഉമ്മയാണെങ്കിലും ആ ഉമ്മാനെ ഈ മീഡിയയ്ക്ക് മുമ്പിൽ ഈ പബ്ലിക്കിന് മുമ്പിൽ ഇത്രയും ഇതിൽ വഷളാക്കേണ്ട കാര്യമുണ്ട്. എനിക്ക് മൂത്ത മകൾ എന്നുള്ളതിന് എനിക്കൊന്നും തന്നിട്ടില്ല, എൻ്റെ അനിയത്തിമാരെ നോക്കും. അപ്പോൾ ഒരനിയത്തി മാത്രമല്ല നോക്കുന്നത്, രണ്ടുപേരെയും ഒരുപോലെ നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ഇല്ലാതെ ഇങ്ങനെ ആവില്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ മാതാപിതാക്കൾക്കും മക്കൾ ഒരുപോലെ എന്നാണ് ഞാൻ എല്ലാവരുടെയും കേട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മാത്രം എന്താണ് ഇവളോട് ദേഷ്യം ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിരിക്കുകയാണ് കേട്ടോ, കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷോർട്സിന് ആളുകൾ കുറച്ച് ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫല്ല, അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് കമൻസുകൾ ഞാൻ വായിച്ചു തരാം കേട്ടോ. കാര്യം ചോദിച്ചോട്ടെ, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ല, അത് ഓക്കെ, നിൻ്റെ കൂടപ്പിറപ്പുകൾക്ക് നിന്നോട് അകൽച്ച വരാനുള്ള കാരണം എന്താ? നിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായ നീ അവരുമായി യോജിപ്പില്ല എന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. മനസ്സിലായ? അപ്പോൾ അതിന് തന്നെ വന്നൊരിതാണ്. ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത്. സ്വഭാവം നല്ലതല്ല, അതാണ് അവർക്ക് ദേഷ്യം. ഇവളുടെ വരുമാനത്തിൽ ജീവിക്കേണ്ട എന്ന് ആ ഉമ്മ തീരുമാനിക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവളെ മനസ്സിൽ ഇവൾ ആരാന്ന വിചാരം, രംഭയോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. സ്വന്തം ഉമ്മയും അനിയത്തിമാരും വരെ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കയ്യിലിരിപ്പ് സ്വഭാവം തന്നെയാണ്. കാരണം നിൻ്റെ കമൻറ്റ് ഓഫാക്കിയത് കൊണ്ട് ഇവിടെ വന്ന് ചോദിക്കാമെന്ന് കരുതി. അതുപോലെ ലോക്കറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലോക്കറ്റ് കാണിക്കാൻ വേണ്ടി ഷോള് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത്, അത് ഞാനും ശ്രദ്ധിച്ചു കേട്ടോ. ലോക്കറ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷോൾ ഇങ്ങനെ മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ കല്യാണം കഴിച്ചതിനോ അവൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിനൊക്കെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എൻ്റെ ആരുമല്ല. അൽഹംദുലില്ലാ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ ചെറിയ പ്രായമാണെങ്കിലും അതുപോലെ വലിയ പ്രായമാണെങ്കിലും അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അവൾ ചെറിയ ഏതൊരു പയ്യനെയാണ് വിവാഹം കഴിച്ചു എന്നൊക്കെ കമൻറ്റ് ഉണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ചെറുതാണെങ്കിലും പ്രായം കൂടിയതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സ്വസ്ഥതയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് എല്ലാം തികഞ്ഞൊരു ഭർത്താവാണ് കിട്ടിയതെങ്കിലും നമ്മളെ നോക്കാത്ത, നമ്മളെ സംരക്ഷിക്കാത്ത, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ഒരു ഭർത്താവിനെയാണ് നമ്മൾക്ക് കിട്ടിയതെങ്കിൽ നമ്മുടെ ആ ലൈഫ് ഒരിക്കലും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവില്ല. ഇപ്പം പ്രായം കുറഞ്ഞാലും പ്രായം കൂടിയാലും നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കാൻ അവനക്ക് കഴിയുമെങ്കിൽ ആ ലൈഫ് തിരഞ്ഞെടുക്കുന്നതിനോട് യാതൊരു ഇതുമില്ല. അതുപോലെ സുഹൃത്ത് ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയണത് കണ്ടു, അവൾ ആര് വിവാഹം കഴിച്ചാലും നിനക്കെന്താ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ളത് ഇങ്ങനെ പറയണത് കേട്ടു. ഞാൻ എവിടെയും അവൾ വിവാഹം കഴിച്ചതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ഷാജിദയുടെ നാത്തൻ സംസാരിച്ച ആ വിഷയം മാത്രമാണ് ഞാനത് എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കമൻറ്റ് വന്നത് എനിക്ക് അഹങ്കാരമാണ്, എനിക്ക് അഹങ്കാരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അഹങ്കാരത്തോടു കൂടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ തെറ്റല്ല, അത് ഓരോരുത്തർക്ക് കാണുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞതിനുള്ള മറുപടിയാണ് അത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള ആണുങ്ങൾക്ക് ആൻറ്റിമാരെയാണ് താല്പര്യം. അത് എനിക്ക് കുറച്ച് ശരിയായിട്ട് തോന്നി. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ അത് കറക്റ്റായിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവളുടെ ഭർത്താവ് പ്രായം കുറഞ്ഞൊരു ചെറുക്കൻ തന്നെ എന്നുള്ളതാണ്. പ്രായം കുറഞ്ഞാലും ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയാൽ മതി. ആ 5 മക്കളെ നോക്കി ജീവിതം മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുകയാണെങ്കിൽ അതിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് ഇതിൽ പരദൂഷണങ്ങൾ പറയുന്നു, അങ്ങനെ എനിക്ക് പരദൂഷണം പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും പോയിട്ട് പറ. ഇപ്പോൾ ഈ യൂട്യൂബിലൊരു 1000 പേര് അല്ലെങ്കിൽ 2000 പേരെങ്കിലും ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവൾക്ക് എതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് പേരെന്തോ ചെയ്തിട്ടുള്ളൂ. എന്തോ ഇവൾ കേസ് കൊടുക്കും, നിങ്ങളെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് എന്തോ കുറച്ച് പേരെ ഇവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആരും എന്താ പറയുക ഇതായിട്ട് പറഞ്ഞിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ട് ആരും ഇതായിട്ടില്ല. കുറച്ച് പേര് 100-ൽ 10% പേരെന്തോ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കമൻറ്റും കണ്ടു. അതുപോലെ എൻ്റെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് നിരന്തരം ഇങ്ങനെ വന്നിട്ട് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. കുറേ പേര് സപ്പോർട്ടും ചെയ്തിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അഹങ്കാരം തന്നെ. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല, അവരുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അവളുടെ മക്കളെ ഞാൻ എവിടെയും പരാമർശിച്ചിട്ടില്ല, അതിൻ്റെ കാര്യം എനിക്കില്ല. ആ കുഞ്ഞു മക്കളിനെ പറയേണ്ട യാതൊരു കാര്യം എനിക്കില്ല. എനിക്കും മക്കളുള്ളതാണ്. അതുകൊണ്ട് ആ വ്യക്തിയുടെ മക്കളിനെ കുറിച്ച് എനിക്ക് പറയേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് അവളുടെ മക്കളെ പറയാത്തത് കൊണ്ട് എൻ്റെ മക്കളെ നിങ്ങളാരും പറയണ്ട. നിനക്കും ഇല്ലേ മക്കളോ? എനിക്കും ഉണ്ട് മക്കൾ, എനിക്കും മക്കളുണ്ട്. ഞാൻ മക്കളില്ലാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്കും മക്കളുണ്ട്, ഭർത്താവുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, നീ പരദൂഷണം പറഞ്ഞ് നീ അള്ളാൻ്റെ അടുത്ത് ഇതാക്കണം. ഞാൻ പരദൂഷണമൊന്നും പറഞ്ഞിട്ടില്ല. ഞാനുള്ള കാര്യം അത് അങ്ങനെ എല്ലാവരും ചെയ്തത് കണ്ട് ഞാനും റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ ഇത് ഉള്ളത് നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടും,
റീച്ചിന് വേണ്ടിയിട്ട് അവൾ നാറിയ കളി കളിക്കുകയാണെന്ന്. എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട് നാറിയ കളി കളിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന വ്യക്തി നല്ലതാണോ, നീ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നോ എന്ന് നിൻ്റെ അടുത്ത് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്ക്. എന്നിട്ട് നീ എന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ മനസ്സിലായ, നീ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്കിത്തിരി ഞാൻ പുറകോട്ട് വെച്ച ആൾക്കാരുടെ ഇതിലൊക്കെ പോയിട്ട് ഭയങ്കര വലിയ എസ്സേ പോലെയുള്ള കമൻ്റൊക്കെ ഇട്ട് അവരെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കൂട്ടുപിടിച്ച ഒരാളുടെ വീഡിയോ ജുനൈദ് നമ്പിലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. അയാളുടെ ഓരോ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ട് ഹാഷിം റുബീന എന്ന് പറഞ്ഞ ആളുമായിട്ട് ഭയങ്കര കൂട്ടാണ് ഇപ്പോൾ എൻ്റെ ആ സുഹൃത്ത്. അപ്പോൾ ആ സുഹൃത്ത് എന്താണ് ജുനൈദ് നമ്പിലത്തിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. അയാളുടെ പുണ്യപ്രവർത്തികളൊക്കെ ജുനൈദ് നമ്പിലത്ത് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതിനുള്ള വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഈ പൊന്നാര സുഹൃത്തിനോട് എനിക്ക് സദാചാരം പറഞ്ഞ് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്ന എൻ്റെ ഈ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നീ നന്നാകുക, എന്നിട്ട് എന്നെ നന്നാക്കാമോ. എന്നെ ഒരുപാട് അങ്ങോട്ട് ചൊറിയാൻ വരണ്ട. എന്നെ ഒരുപാട് ചൊറിയാൻ ഞാൻ കുറേയൊക്കെ മിണ്ടാതിരുന്നു. ഇനിയും ചൊറിയാൻ വരുവാണെങ്കിൽ ഞാൻ കണക്കിന് തരും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വരണ്ട. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നീ കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചാനൽ നിർത്തിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പഴയ നാറിയ കഥകളൊന്നും എന്നെക്കൊണ്ട് വെറുതെ എടുപ്പിക്കണ്ട, മനസ്സിലായി. അപ്പോൾ ഒരുപാടിടത്ത് ഞാൻ 1-2 പ്രാവശ്യം അല്ല, ഒരുപാട് പ്രാവശ്യം നീ എന്നെ പലയിടത്തും പരാമർശിക്കുന്നത് കണ്ടു. അതെൻ്റെ പേരല്ല, എൻ്റെ പേരിൻ്റെ ലെറ്ററും ഇതൊക്കെ വെച്ചിട്ടാണ് നീ എന്നെ പരാമർശിക്കുന്നത്. അപ്പോൾ നീ എന്നെക്കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുകയാണെങ്കിൽ എന്തായാലും അതിനെതിരെ ഞാൻ ഇപ്പോൾ പ്രതികരിച്ചതുപോലെയല്ല പ്രതികരിക്കുക, ഇതിനേക്കാളും ശക്തമായിട്ടായിരിക്കും ഞാൻ പ്രതികരിക്കുക. നിനക്ക് എന്താണ് എൻ്റെ കാര്യങ്ങൾ പറയാൻ നിനക്ക് ഞാൻ അധികാരമൊന്നും തന്നിട്ടില്ല, മനസ്സിലായ. അതുപോലെ നിന്നെക്കുറിച്ച് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നിൻ്റെ കണ്ടിട്ട് ചെയ്യേണ്ട ഗതികേടൊന്നും എനിക്കില്ല, മനസ്സിലായ. നിൻ്റെ ഒരു കാര്യങ്ങളും കണ്ടിട്ട് ഞാൻ എടുത്തിട്ട് ചെയ്തിട്ടില്ല. ശരിയാണ്, എനിക്കൊരു തെറ്റ് പറ്റി, നിന്നെ വിശ്വസിച്ചു. അതുപോലെ നിൻ്റെ അടുത്ത് നമുക്ക് ഇതാവാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ചിലപ്പോൾ ഇതൊക്കെ റീച്ചായി പോകുന്നുള്ള കാര്യങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു. അത് മാത്രമാണ് എനിക്ക് പറ്റിയ തെറ്റ്, അല്ലാതെ എനിക്ക് വേറൊരു ഇതും പറ്റിയിട്ടില്ല. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭയങ്കര എട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ നമുക്ക് അനുയോജ്യമായ നമ്മുടെ ഒപ്പം ചങ്കായി നിൽക്കുന്ന നമുക്ക് പറ്റുന്ന നല്ല സുഹൃത്തുക്കളെ മാത്രം തിരഞ്ഞെടുക്കുക. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മുടെ കുടുംബകാര്യങ്ങൾ പറയാതിരിക്കുക. അപ്പോൾ റിയാക്ഷൻ ചെയ്യുന്നവർ ഇതൊക്കെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് റിയാക്ഷൻ ചെയ്യുന്നവർ ഇരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഇരുന്ന് ഇതാക്കാനല്ല റിയാക്ഷൻ ചെയ്യുന്നവർ ഇരിക്കുന്നത്. റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ ചിലവർക്ക് പുച്ഛമുണ്ട്. അതെന്തിനാ പുച്ഛിക്കേണ്ട കാര്യം? ഇതും ചെയ്യുന്നത് ഒരു തൊഴിൽ തന്നെയാണ്. യൂട്യൂബും അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിന് വിലക്കിക്കൂടെ? അത് യൂട്യൂബ് വിലക്കുന്നില്ലല്ലോ. ഒരുപാട് ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ലേ. പിന്നെ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് വേറെ നിൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനില്ലേ, നിനക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ ഇത് എടുത്തിട്ട് ഏഷന് പറയാനോ കിട്ടുന്നുള്ളോ ചോദിച്ചു. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ അത് ചെയ്യാൻ താല്പര്യമില്ല. എനിക്കിപ്പോൾ റിയാക്ഷൻ ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനിപ്പോൾ എനിക്ക് അഹങ്കാരമാണ്, എനിക്ക് ഇതാണെന്നൊന്നും പറഞ്ഞ് ഇതാക്കേണ്ട കാര്യമില്ല. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിൽ വന്നിട്ട് പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും. അങ്ങനെ നേരിടാൻ ഇതില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള വീഡിയോസുകൾ ഇടാതിരിക്കണം. ഇതിപ്പോൾ ഇത്രത്തോളം ആയിട്ടും പിന്നെയും ഷാജിദൻ്റെ ഉമ്മാനെയും ഏതോ ഒരു കമൻറ്റിന് റിപ്ലൈ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയല്ലേ പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഉമ്മാന് സ്വന്തം പെറ്റ തള്ളനെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാന് ചിലവിലല്ല കഴിയുന്നത്. നിന്നെ ഇത്രയും വളർത്തി വലുതാക്കി ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. അത് ആ ഉമ്മയും ഉപ്പയും ചെയ്തൊരു പുണ്യപ്രവൃത്തി തന്നെയല്ലേ. അത് കഴിഞ്ഞിട്ട് ശരിയാണ് അവരുടെ അടുത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നമ്മൾ ഇപ്പം നിൻ്റെ ഉമ്മാക്ക് 3 പെൺമക്കളാണ്. അപ്പോൾ 3 പെൺമക്കളുണ്ടെങ്കിൽ ആ പെൺമക്കളുടേതാണ്, ആ മക്കളില്ലല്ലോ. അപ്പോൾ ആ പെൺമക്കൾ തന്നെയാണ് നോക്കേണ്ടത്. നമ്മൾ ചെറുപ്പം മുതൽ വളർത്തി വലുതാക്കി ഇങ്ങനെ ആക്കിയില്ലേ. അപ്പോൾ നീ അതിനൊക്കെ ഇങ്ങനെ കണക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ കേട്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഞാൻ അവളെ കുറ്റപ്പെടുത്താനോ അവളെ നല്ലതാക്കാനോ പുണ്യാളത്തിയാക്കാനോ ഒന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് കണ്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് പണി തരും, അതൊന്നും പ്രശ്നമില്ല. നീ പണി തരുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അതുമായിട്ട് മുന്നോട്ട് പൊയ്ക്കോ.
അതൊന്നും യാതൊരു ഇതുമില്ല. ഇങ്ങനെ നിരന്തരം ഇങ്ങനെ എന്നെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കമൻറ്റുകൾ കണ്ടപ്പോൾ മാത്രം ഞാനിപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോ കൂടി കണ്ടപ്പോൾ ഞാനത് എടുത്ത് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് നമ്മൾ വന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു കൂവുന്ന സമയത്ത് കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊക്കെ റിയാക്ഷൻ ചെയ്യുന്നവർ റിയാക്ട് ചെയ്യുമ്പോൾ നീ എല്ലാ വീഡിയോസിൻ്റെ താഴെയും പോയിട്ട് നിനക്കുള്ള പണി ഞാൻ വരുന്നുണ്ട് തരും കേട്ടോ, നീ ആരാടാ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയാൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് പറയാൻ കമൻ്റ് ഇടാനേ സമയം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിനക്ക് താല്പര്യം ഇല്ല എങ്കിൽ നീ അങ്ങനെയുള്ള മാറ്റേഴ്സ് ഒഴിവാക്കുക, അധികവും ഒഴിവാക്കുക. അധികവും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മളാകുന്നതും പറയാതിരിക്കുക. സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയാതിരിക്കുക. അങ്ങനെ പറയുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും ആളുകൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നതും പിന്നെ നിനക്കത് ഇഷ്ടപ്പെടാതാവും. പിന്നെ ആ കമൻറ്റിനെതിരെ പ്രതികരിക്കും. പിന്നെ അവരങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, നിനക്ക് അവരില്ലേ, നിനക്ക് ഇവരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പല രീതിയിലും ഇതാക്കും. അപ്പോൾ അതിൻ്റെയൊന്നും കാര്യമില്ല. അപ്പോൾ അതിനേക്കാളും നിനക്ക് അത് ഇടാതിരുന്നാൽ പോരെ. അത് ഇടാതിരുന്ന പ്രശ്നമില്ലല്ലോ. ആ കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് കൂവാതിരുന്ന പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് കണ്ട, ഒരുപാട് ആളുകൾ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ നിങ്ങളിങ്ങനെ പറയരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ്, ഒരുപാട് ആളുകൾ ചെയ്യുന്ന കണ്ടൻറ് എടുത്തിട്ട് ഞാനും ചെയ്യാറുണ്ട്. ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ഒരു കണ്ടൻറ് എടുത്ത് ഞാൻ ചെയ്തത്. അഥവാ അത് തെറ്റാണെങ്കിൽ അവൾ തെളിവുകൾ കൊണ്ട് വരാമെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെതിരെ അത് സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ചെയ്യും. ഞാൻ അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ആളുകൾ അതിന് കമൻറ്റ് വന്നത്, നിനക്ക് അതിന് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ കഥ അറിയാതെയാണ് കാര്യങ്ങൾ പറയുന്നത്, എന്താണ് അവൾ ഇത്ര കാര്യമാണ്, അവൾ അഹങ്കാരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത്. അപ്പോൾ ഞാൻ കാര്യം അറിഞ്ഞപ്പോൾ ഉള്ള കാര്യങ്ങൾ എടുത്ത് ഇട്ട സമയത്ത് ആരാന്നറിയില്ല, ഇനി എൻ്റെ ശത്രുക്കളാണോ എന്താണ് ഇവളുടെ ആൾക്കാരാണോ ആരാണെന്നൊന്നും അറിയില്ല. നിരന്തരം ഇങ്ങനെ വന്ന് കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തോ എനിക്ക് ഇതൊന്നും തോന്നിയില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇതാക്കിയ സമയത്ത് ഇതെന്തായാലും അവർ തന്നെ നിൻ്റെ ചാനൽ നിർത്തിക്കാനും നിന്നെ വിഷമിപ്പിക്കാനും നിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ചാനൽ നിർത്താനോ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് ഞാൻ ചാനൽ നിർത്തിയിട്ടില്ല. അപ്പോൾ ഇനി ഈ ഒരു ഇതിൻ്റെ കാരണത്താൽ ഞാൻ എന്തായാലും ചാനൽ നിർത്താനോ അതാവാനോ ഒന്നും പോകുന്നില്ല. എനിക്ക് എൻ്റെ ചാനൽ എന്ന് പറയുന്നത് എനിക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയത്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ അതിനൊരു വരുമാനം എനിക്കൊരു ഇത് തന്നെയാണ്, എനിക്കും എൻ്റെ മക്കൾക്കും ഒരു ആശ്രയം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അതുപോലെ തന്നെ ഇക്കാക്കും ഇതിൽ നിന്നൊരു ഇൻകം കിട്ടുന്ന സമയത്ത് കുറച്ചൊരു ആശ്വാസമാണ്. ഇക്കാക്കും ജോലിയുണ്ട്, എന്നാലും നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമുക്ക് തികയില്ലല്ലോ. അപ്പോൾ പൈസയും കാര്യങ്ങളും പിള്ളേരുണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവളുടെ മക്കളെ ഒന്നും പറഞ്ഞിട്ടില്ല. 5 മക്കൾ, ഇപ്പോൾ 2 മക്കളെ നോക്കാൻ തന്നെ എനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവൾക്ക് 5 മക്കളുണ്ട്. ആ 5 മക്കളെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണെന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ അവൾ തന്നെ പറയുന്നുണ്ട്, എന്താണ് ഉമ്മാനെ ജോലിക്ക് പോവണ്ട, അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്ക് വേറെ 2 മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മ പോകുന്നത്, അല്ലാതെ എനിക്ക് തരാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ വീട്ടിൽ അവിടെ ഉള്ള പെയിൻ്റ് അടി ഇതെല്ലാം ഞാനാണ് ചെയ്ത്, എനിക്ക് അത്യാവശ്യം യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം വരാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ കുറച്ച് അഹങ്കാരം എന്നൊക്കെ കൂടിയത് എന്നുള്ള കമൻസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ അതിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഞാൻ വേറെ ഒന്നും എടുത്തിട്ട് പറയേതാവോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ഇതിൽ ഇതാവാൻ വരണ്ട. ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് മാത്രമാണ് ഞാനും ആ ഒരു ഇത് ചെയ്തു. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഇവള് ഇങ്ങനെ ചെയ്യുന്നതും ഇത് ചെയ്തതൊന്നും ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടിട്ടൊന്നുമില്ല. നേരിട്ട് പോയിട്ട് കണ്ട കാര്യങ്ങളല്ലല്ലോ നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്, എന്താണ് അച്ഛൻ മകളെ പീഡിപ്പിച്ചു, അച്ഛൻ അവരെ കൊന്നു, ഇവരെ കൊന്നു, അച്ഛൻ അത് ചെയ്തു ഇത് ചെയ്തു. നമ്മൾ ന്യൂസിൽ കണ്ടതല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലാതെ നമ്മൾ നേരിട്ട് പോയിട്ട് കണ്ടിട്ടല്ലല്ലോ നമ്മൾ ആ കാര്യം വിശ്വസിക്കുന്നത്. നമ്മൾ അതിൽ കണ്ട അറിവ് വെച്ചിട്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇത്രയും പേര് പ്രതികരിച്ചപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ഞാനും പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ നേരിട്ട് പോയിട്ട് അവൾ ഇതാവണതും അവൾ കൊണ്ടുപോയതാക്കണതൊന്നും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായി? അപ്പോൾ ആ ഒരു ഇതിൻ്റെ പുറത്തെ ഞാനും ഇത് ചെയ്തോളൂ. ഞാൻ ഇവളെക്കുറിച്ച് ഇനി ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ നിരന്തരം ഇങ്ങനെയുള്ള കമൻറ്റുകൾ വന്നപ്പോൾ മാത്രമാണ് ഞാനിത് ഇങ്ങനൊരു ഇത് എടുത്ത് ചെയ്തത്. അതുപോലെ തന്നെ ഉമ്മാനെയും അനിയത്തിമാരും ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയപ്പോൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ ചെയ്തത്, അല്ലാതെ എനിക്ക് വേറൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നു. അപ്പോൾ ആ കമൻറ്റുകൾ ഇടുന്നത് ആരാണ് എന്താണെന്നുള്ളതൊക്കെ അറിയണമല്ലോ. അതിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ
ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചാണ്. എനിക്ക് ആ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ മതിയായി. അത്രയ്ക്ക് മാത്രം ഒരു ഭയങ്കര ഇതായിട്ടുള്ള ഒരു ഇതാണ് വന്നത്. അപ്പോൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഭാഗം എനിക്ക് ക്ലാരിഫൈ ചെയ്യണമല്ലോ. ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു നീ ആ മക്കളെങ്കിലും വെറുതെ വിടും. ഞാൻ ആ മക്കളെ ഒന്നും പറഞ്ഞിട്ടില്ല. മക്കളെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവൾ ആത്മഹത്യ ചെയ്ത ആ മക്കൾക്കാണ് ഉമ്മയില്ലാതാകുക എന്നൊക്കെ പറഞ്ഞു. അതൊരിക്കലും എന്താ പറയുക, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവരും നമ്മൾ ചെയ്യും എന്ന് പറയുന്ന കാര്യം ഒരിക്കലും ഒരാളും ചെയ്യില്ല. അതിൽ 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക്. അപ്പോൾ എന്തായാലും പിന്നെ വേറെ കമൻറ്റുകൾ കണ്ടു, ഇവളുടെ വിവാഹം കഴിഞ്ഞു, പക്ഷേ എന്താണ് അയാളെ കാണിക്കാൻ എന്താണ് മടി. ഷോർട്സൊക്കെ ഇട്ടത് കണ്ടു. അത് കണ്ടിട്ട് പിന്നെ 1 മണിക്കൂർ എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ആ ഷോർട്സ് കാണാനില്ല, അതെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ എന്തിന് നമ്മുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കണം, നമ്മൾ എന്തിന് എന്താണ് ഷോർട്സുകൾ ഓഫ് ആക്കണം? നിനക്ക് നേരിട്ട് പറഞ്ഞുകൂടെ ഇതാണ് എൻ്റെ ഭർത്താവ്, നിനക്ക് ഇത്രയും കാര്യങ്ങൾ നിൻ്റെ സ്വന്തം ഉമ്മാനെ അനിയത്തിമാരിനെ കുറ്റം പറയാൻ വേണ്ടി നിനക്ക് യൂട്യൂബ് ചാനൽ വരാമെങ്കിൽ നീ നിൻ്റെ ഭർത്താവിനെ കാണിക്കാൻ എന്താ നിനക്ക് മടി? ഇന്ന ആളാണ്, ഇതാണ് എൻ്റെ മഹറിന് അവകാശി എന്ന് പറഞ്ഞിട്ട് കാണിച്ചൂടെ? നിയമപരമായിട്ട് വിവാഹം കഴിച്ചതാണെങ്കിൽ നിനക്ക് ഇത് വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെന്തിനാണ് നീ പേടിക്കുന്നത്? അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ അവിടെ ചോദിച്ചുള്ളൂ, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. പിന്നെ ആ നാത്തൂൻ പറഞ്ഞ കാര്യങ്ങളും ആണ് അവിടെ പറഞ്ഞത്. അല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമില്ല, അത് നിങ്ങൾക്ക് കേട്ടതിൻ്റെ കുറ്റമാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ശൈലിയൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. അല്ലാതെ ഞാൻ അവരുടെ മക്കളെയോ അല്ലാതെ ആരെയും ഞാൻ അവിടെ പരാമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അഥവാ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു അവസരത്തിൽ മാപ്പ് ചോദിക്കുകയാണ്. ആ മക്കളെ ഞാൻ പറഞ്ഞിട്ടില്ല, പിഞ്ച് മക്കളെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് മക്കളെ പറയേണ്ട കാര്യമില്ല. എനിക്ക് മക്കളെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും 2 മക്കളുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ആ മക്കളെ പറയേണ്ട കാര്യമില്ല. ആ മക്കൾ അപ്പോൾ അവൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആ മക്കളോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ, അത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ മാത്രം ഞാൻ പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി അതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അഥവാ അവൾ തെളിവ് കൊണ്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നു, അതിൻ്റെ നമുക്കൊരു തെളിവ് കാണിക്കാൻ നമുക്ക് ബാധ്യസ്ഥയാണല്ലോ, അത് അവൾ അതുകൊണ്ട് വരട്ടെ. അപ്പം ഞാൻ അത് എന്താണ് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാനത് എടുത്ത് റിയാക്ട് ചെയ്യും. അല്ലാതെ ഞാൻ കുറ്റങ്ങൾ മാത്രം പറഞ്ഞ് നല്ലത് മറച്ചു വയ്ക്കുന്ന ഒരു വ്യക്തിയല്ല. എന്ത് കണ്ടാലും ഞാൻ പ്രതികരിക്കും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാവരും അങ്ങനെയാണ്. ആരും എന്താണ് കാണാത്ത കാര്യങ്ങൾ, ഇപ്പോൾ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളൊന്നുമല്ല ആരും എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നത്. കുറേ പേര് ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുമ്പോൾ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ആരും നേരിട്ട് പോയിട്ട് ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് നടന്ന കാര്യങ്ങൾ ഓൺ ദ സ്പോട്ട് ലൈവായിട്ടൊന്നുമല്ല റിയാക്ഷൻ ചെയ്യുന്നവർ കൊണ്ടുവിടുന്നത്, മനസ്സിലായി? അപ്പോൾ ഒരു കാര്യം നിങ്ങളത് മനസ്സിലാക്കണം. നീ കണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണിത്. ആരും നേരിട്ട് കണ്ടിട്ട് പോയിട്ടല്ല ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, ക്ഷമിക്കണം. എന്താ ചോദിച്ചാൽ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം പറയണമെന്ന് തോന്നി. എനിക്കിങ്ങനെയുള്ള അത് കണ്ടപ്പോൾ ഭയങ്കര ഇതാണ് തോന്നി. സങ്കടമൊന്നുമല്ല, എന്നാലും എന്തോ ഒരു ഇങ്ങനെ വെറുതെ നമ്മളൊന്നും ചെയ്യാതെ വെറുതെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പുറത്ത് ഇത്രയും നമുക്ക് കേൾക്കേണ്ടി വന്നപ്പോൾ ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ഇതും കൂടെ കണ്ടപ്പോൾ സ്വന്തം ഉമ്മാനെയും അനിയത്തിമാരെയും കൂടെ പറഞ്ഞത് കണ്ടപ്പോൾ ഇവളുടെ നിലവാരം എത്രയാണെന്നുള്ളത് മനസ്സിലായി. ഞാൻ ഇവിടെ നല്ലതാക്കിയിട്ട് ഞാൻ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കാര്യങ്ങളും റിയാക്ട് ചെയ്തിട്ടില്ല, ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല എങ്കിൽ എന്നെ പറഞ്ഞോട്ടെ, ശരി, ഓക്കെ. ഇവള് എല്ലാവരെക്കുറിച്ചും പല്ല് കടിച്ച് ഇങ്ങനെയൊക്കെ നിന്നിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അതിന് ഞാൻ എവിടെയൊന്നും ഇവളിങ്ങനെ വീഡിയോ ചെയ്യുന്നു ഇവളിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും പോയിട്ട് പറഞ്ഞിട്ടില്ല, ഏത് ലൈവിലും പോയിട്ട് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇവള് ചെയ്യുന്ന വീഡിയോസിന് ഞാൻ എവിടെയും പോയിട്ട് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെ എന്നെ എന്തിനാണ് ഇങ്ങനെ നിരന്തരം ഈ എന്താണ് സുഹൃത്ത് ഇങ്ങനെ പലയിടത്തും വിളിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ലൈവ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ എവിടെയാണെങ്കിലും എൻ്റെ പേര് വന്നിട്ട് അവിടെ പരാമർശിക്കും. അതെന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നിന്നെക്കുറിച്ച് പറയാത്തത്രോളം കാലം എന്നെക്കുറിച്ചും നീ പറയണ്ട. നീ പല രീതിയിലുള്ള വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്, നീ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, പിന്നെ കുറേ പ്രൈവറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ഇത് കാണുന്ന സമയത്ത് വെറുതെ കിടന്ന് കുരു പൊട്ടിച്ചിട്ട് യാതൊരു കാര്യമില്ല. എനിക്ക് പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഞാൻ വേണ്ട വിചാരിക്കും തോറും ഒരുപാട് പ്രാവശ്യം ചെയ്ത്, അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്നലെയും ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും പല ലൈവിലും നീ ഒരാളെ കൂട്ടുപിടിച്ചിട്ട് ഇത് നിരന്തരം ഇങ്ങനെ ചോദിക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ അതും കൂടെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ആരെ കുറ്റം പറയുമ്പോഴും ഇതാകുമ്പോഴും ആദ്യം സ്വയം ഇതാകും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഇത് ഇപ്പോൾ ഞാൻ റിയാക്ഷൻ ചെയ്യാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ റിയാക്ഷനായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എന്താണോ കാണുന്നത് അതെടുത്ത് ഞാൻ പ്രതികരിക്കും. എന്തിനാണോ ഇതുള്ളത് അതിനനുസരിച്ച് ഞാൻ ചെയ്യും. എനിക്ക് എൻ്റെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് ഇനിയിപ്പോൾ എവിടെ പോയിട്ട് എൻ്റെ ചാനൽ നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ നീ എവിടെ പോയി കളിച്ചാലും ഒരു പ്രശ്നമില്ല. ഞാനിതായി മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല എന്ന് പറയില്ലേ. ഇപ്പം എന്തായാലും എനിക്ക് നേരത്തെ ഇതൊന്നും ചെയ്യാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അള്ളാൻ്റെ അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഇക്കാൻ്റെ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് ഞാനിതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ഭയങ്കരമായിട്ട് പ്രതികരിക്കണം, അങ്ങോട്ട് പ്രതികരിക്കണം എന്നൊക്കെ നീ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടു. ഓക്കെ, നടന്നോട്ടെ, ഒരു പ്രശ്നമില്ല. ഞാനിതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. ഈ ഷാജിദ എന്ന വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഈ ചാപ്റ്റർ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇനി ക്ലോസ് ചെയ്യും. ഇനി ഒരു വീഡിയോയും ഞാൻ ഇവളെക്കുറിച്ച് ചെയ്യില്ല. അഥവാ തെളിവ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ആ തെളിവ് കൊണ്ട് അവൾ വരുവാണെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യും. അല്ല എങ്കിൽ ഇനി ഈ ഷാജിദ എന്ന വ്യക്തിയെക്കുറിച്ച് ഇനി ഒരിക്കലും ഞാൻ ഒരു വീഡിയോയും ചെയ്യില്ല എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞാൻ പറയുകയാണ്. ഇനി ഒരിക്കലും ചെയ്യില്ല. എന്നെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഇതായിട്ട് പറയുകയാണെങ്കിൽ മാത്രം ഞാൻ ഇതാവുള്ളൂ. അല്ലാതെ ഞാൻ ഇനി ഒരിക്കലും ഇവളുടെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ചെയ്യുകയില്ല. അപ്പോൾ ഈ ഒരു സുഹൃത്തിനോടും കൂടി എനിക്ക് പറയാനുള്ളത്, ഇനി എന്നെ എവിടെയും നീ വെല്ലുവിളിക്കുന്നതോ എൻ്റെ പേര് പറയാതെ പറഞ്ഞ് നീ ഇങ്ങനെ നീ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം എൻ്റെ ചെവിയിലും എൻ്റെ കണ്ണിലും കണ്ടിട്ടുണ്ട്. അതെല്ലാം എൻ്റെ സ്ക്രീൻഷോട്ടും ഉണ്ട്. അപ്പോൾ അതൊന്നും എടുത്ത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ശരി, നീ ആരോ ആയിക്കോട്ടെ, നീ എവിടെയോ നീ ആരെയോ വെല്ലുവിളിക്കുക, എന്നെ വെല്ലുവിളിക്കാൻ വരണ്ട, മനസ്സിലായ? എനിക്കും ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നീ ഒരുപാട് എന്നെ വെല്ലുവിളിക്കാൻ വരണ്ട, എന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.